മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്ന സമയമായിരിക്കും, ചിലപ്പോൾ മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള സമയമായിരിക്കാം. അപ്പൊ അതുവരെ നമ്മള് ഒരു 3-4 പേര് കൂടി ഉണ്ടായിരുന്ന കുടുംബത്തില് തന്നെ മക്കള് പോയി, പിന്നെ ഭാര്യയും ഭർത്താവുള്ളൂ, ഒരു മിണ്ടി എന്തെങ്കിലുമൊക്കെ ഉള്ളൂ കുറച്ച് സമയം. അങ്ങനെ വരുന്ന ഇതൊരു ഏകാന്തത അനുഭവപ്പെടുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് ഇതും വരുന്നത്. അപ്പൊ ഇത് ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവർക്കും ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഇത് രണ്ടും നമുക്ക് ഉണ്ടാകാവുന്ന ഇതാണ് പ്രശ്നങ്ങള്. പക്ഷെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് 2-3 അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മള് ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുന്നത് കൊണ്ട് കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങൾ, അതായത് ഹൃദയ സംബന്ധമായ ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ കുറവാണ്. 50 വയസ്സ് വരെയുള്ളൂ കേട്ടോ കുറവ്. കാരണം എന്താണെന്നറിയോ, ഈ മെൻസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇവരിങ്ങനെ ഹാർട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മെൻസ്ട്രേഷൻ അല്ല, ഇപ്പൊ എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ കഴിയില്ല, അപ്പൊ ഞാൻ വന്നോളാം പിടിച്ചോളാന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ആ മെൻസ്ട്രേഷൻ നിന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും LDL കൂടും, കൊളസ്ട്രോൾ കൂടും. അപ്പൊ എന്താ പറയാ, ബ്ലഡ് ഫ്ലോ കുറയും, നമ്മുടെ വെയിൻസ് ഒക്കെ, നമ്മുടെ രക്തക്കുഴലുകളുടെ ഫ്ലോ കുറയും. അത് നാരോ ആയി മാറുമ്പോ രക്തോട്ടം കുറയും, പതുക്കെ ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങളിലേക്ക് വരും. അത് വരാതിരി, അത് റിസ്ക് ഫാക്ടർ ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്കപ്പ്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, എന്താണ് ആ പ്രായത്തിൽ വരുന്ന വേറൊരു പ്രശ്നം, നമ്മളെല്ലാവരും പറയുന്നതാണ്, രാജൻ സാറൊക്കെ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാണ്, എന്താണ് ഓസ്റ്റിയോപൊറോസിസ്. എല്ല് തേയ്മാനം പറയാറില്ലേ? എല്ല് തേയ്മാനത്തിന്റെ പ്രധാന കാരണം, എല്ല് തേയ്മാനത്തിന്റെ ഒന്നാമത്തെ കാരണം സാറ് പറയും പഞ്ചസാരയാണെന്ന്, രണ്ടാമത്തെ കാര്യം പറയും വാളംപുളിയാണെന്ന് പറയും, മൂന്നാമത്തെ കാര്യമാണ് മെനോപോസൽ. ആ സമയത്ത് മെനോപോസൽ സിംറ്റംസിലെ ഒരു കാര്യമാണ് ഓസ്റ്റിയോപൊറോസിസ്. അതായത് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ കുറയുമ്പോൾ നമ്മുടെ കാൽസ്യം റിട്ടൻഷൻ കുറയും, കാൽസ്യം അബ്സോർപ്ഷൻ കുറയും. അപ്പൊ നമ്മൾ ആ സമയത്ത് ശരിക്കും കാൽസ്യം പ്ലസ് വൈറ്റമിൻ D3 സപ്ലിമെന്റ് എടുക്കണം. കാരണം എല്ല് തേയ്മാനം, എല്ലിന്റെ കട്ടി കുറയാൻ, സാന്ദ്രത കുറയാനായിട്ട് ഈ മെനോപോസ് ഒരു കാരണമാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ പ്രായത്തിലേക്ക് മുട്ടുവേദന, കാലുവേദന, നടുവേദനയൊക്കെ കൂടുതൽ വരുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് മെറ്റബോളിക് സിൻഡ്രം. മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭക്ഷണം കഴിച്ച് അതിനെ ദഹിച്ച് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓട്ടോമാറ്റിക് ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് കുറയും. അപ്പൊ എന്തുണ്ടാവും, 45 വയസ്സ് കഴിയുമ്പോ അതുവരെ ഇങ്ങനെ കോലുമ്പ് തൊടി ചെറ്റി പോലെ ഇരുന്ന സ്ത്രീകളൊക്കെ പിന്നെ എന്തുണ്ടാവും, പന്ത് പോലെ, അല്ലെ, പന്ത് പോലെ, പൂജ്യം പോലെയൊക്കെ ആയി മാറും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്താണ് റേഷൻ എവിടെന്നാ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പണിയില്ലല്ലേ, വീട്ടിലിരുന്ന് തിന്നാണല്ലോ, എല്ലാവർക്കും ഉള്ള കൂടെ ഒന്നിച്ച് തിന്നാണ്, ഉരുളിയിലാണോ തിന്നുന്നത് എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ അത് വല്ലതുമാണ്, ഈ ഹോർമോൺ ഇംബാലൻസിന്റെ പ്രശ്നം കൊണ്ട് മെറ്റബോളിസം കുറഞ്ഞിട്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും. അപ്പൊ